ക്രിസ്തുവിൻ്റെ ദാസിമാർ ഏൽക്കേണ്ടി വരുന്ന ക്രൂരതകളെ സംബന്ധിച്ചുള്ള ഛത്തീസ്ഗഡിലെ വാർത്തകൾ ദിവസങ്ങളായി നാം കാണുന്നു. ഏറ്റവും പുതിയ വിവരം അതിനുമായി ബന്ധപ്പെട്ടാണ് ഇനി ഈവനിംഗ് ഡിബേറ്റ് പോകുന്നത്. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ഇനി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കമാണ്. ദില്ലിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകരാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകുന്നത്. അതേസമയം ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ തീരുമാനം. ഈ വിഷയത്തിൽ മാത്രമല്ല ഇതിൽ ഏറ്റവും നാം കാണേണ്ട ഒരു കാര്യം, ഇടതുപക്ഷ പ്രതിനിധികളാണ് അവിടെ എത്തി അവർക്ക് ആശ്വാസം ചൊരിഞ്ഞതും അവർക്ക് വേണ്ട നിയമപരമായ നീങ്ങാനുള്ള കരുത്ത് നൽകിയതും എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് എംപിമാർ അവിടെ നേരിട്ടെത്തി. മാത്രമല്ല ഇന്നിപ്പോൾ പി കെ ശ്രീമതി ടീച്ചറും സി എസ് സുജാത അടക്കമുള്ളവർ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീമാരെ ജയിലിൽ കാണാൻ അവരും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ പിന്തുണ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കന്യാസ്ത്രീമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്ന കന്യാസ്ത്രീ വേട്ട, രാജ്യത്താകമാനം നടക്കുന്ന ക്രൈസ്തവ വേട്ട, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി, ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി, BJP നേതാവ് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. वाला मामला जो है वो अब लगातार बढ़ता जा रहा है. कम्युनिस्ट नेता ने भी मुलाकात की, कहा है कि प्रताड़ित किया जा रहा है उनको, और जमानत याचिका भी खारिज हो रही है. सर कह रहे कि छत्तीसगढ़ में संविधान की धज्जियां उड़ाई जा रही है. आपके भाजपा प्रदेश अध्यक्ष का भी बयान, वो भी इस गिरफ्तारी से थोड़ा असहमत नजर आ रहा है. अब पुलिस अपना काम कर रही है और कल कांग्रेस का एक डेलीगेशन आया हुआ था, उसमें माने सांसदगण, विधायकगण और संगठन के लोग भी थे और उनसे हमारी मुलाकात हुई. തീർച്ചയായും സിബി ജോസഫ് കൂടി ഞങ്ങളുടെ പ്രതിനിധി ഘട്ടത്തിൽ ചേരുകയാണ്. സിബി, ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാർ, BJP സർക്കാർ കന്യാസ്ത്രീകളെ ദ്രോഹിക്കാൻ തുടർന്നും ഉള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? ജാമ്യാപേക്ഷയെ ഇനിയും ശക്തമായി എതിർക്കുന്ന നിലയിലേക്ക് തന്നെയാണോ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നീക്കം? അജിംഷാദ്, ഈ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് ഈ BJP സർക്കാരിൻ്റെ നീക്കവും. എന്തായാലും ഇന്നലെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ചെന്നപ്പോൾ ആ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ വിടുകയും പിന്നീട് കോർട്ടിൽ നിന്നും അതിൻ്റെ ഓർഡർ ലഭ്യമാകുമ്പോൾ അവിടെ ഈ ഛത്തീസ്ഗഡ് സർക്കാർ വാദിച്ച കാര്യങ്ങൾ കൃത്യമായി അക്കമിട്ട് നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും മതപരിവർത്തനം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഏറെ ഗൗരവകരമായ വിഷയമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു. മൂന്നാമത് കാര്യം, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇത് BNS 143 എന്ന സെക്ഷനാണ്. ഈ സെക്ഷൻ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അത് ട്രൈബൽ വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിക്കോ സെഷൻസ് കോടതിക്കോ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു കാര്യമായിരുന്നു ഇവർ ചൂണ്ടിക്കാട്ടിയത്. ഇത് NIA ആക്ട് പ്രകാരം, അതായത് 2008 NIA ആക്ട് പ്രകാരമുള്ള കേസാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ കന്യാസ്ത്രീമാരുടെ ജയിൽ മോചനം ഒരിക്കലും, അല്ലെങ്കിൽ ജയിൽ മോചനം നീളുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വകുപ്പുകൾ. നമുക്കറിയാം NIAയുടെ പരിധിപ്പെടുന്ന കേസുകൾ എന്ന് പറയുന്നത് തീവ്രവാദ കേസിലും രാജ്യവിരുദ്ധ കേസിലുമാണ്. ഇതിൽ ജാമ്യം ലഭിക്കുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ഏറ്റവും കൊടും കുറ്റവാളികൾക്ക് നൽകുന്ന ഒരു വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറൊരു പോയിന്റിലേക്ക് പോയാൽ, ഇതിൽ 3 പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് പോലീസ് എടുത്തിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം പെൺകുട്ടികൾ പറഞ്ഞിരുന്നത് തങ്ങൾ സ്വമേധയാ ഈ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി ജോലി ചെയ്യാൻ വന്നതാണെന്നായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ ബജരംഗ് ദളും പോലീസും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിൽ ഒരു പെൺകുട്ടി മൊഴി മാറ്റിയെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ആ മൊഴിയെല്ലാം തന്നെയും കോടതിയിൽ എത്തുമ്പോൾ ഈ കന്യാസ്ത്രീമാർക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഏത് രീതിയിൽ ഈ നിയമപരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. വളരെ സങ്കീർണമായ ഒരു കേസായി മാറുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എന്ന് പറയുന്നത് നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ്. നിലവിലെ ഈ ഇവരുടെ ലോയർ, ഇവരുടെ അഭിഭാഷകനായ രാജ്കുമാർ തിവാരിയെ മാറ്റി പുതിയ അഭിഭാഷക സംഘം, ദില്ലിയിൽ നിന്നുള്ള അഭിഭാഷക സംഘം ഉൾപ്പെടെ ഇതിലുണ്ട്. ഈ അഭിഭാഷക സംഘം ഏതാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിൽ വളരെയധികം ദുരൂഹത, അതായത് വളരെയധികം ഭീഷണിയും എല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൊണ്ട് ഒരു BJP സർക്കാർ, ഒരു ഭരണകൂടം തന്നെ എതിരായി നിൽക്കുന്നു. മാത്രമല്ല നിയമപരമായി എതിരായിട്ടല്ല നിൽക്കുന്നത്, അതിനപ്പുറമായിട്ട് ഫിസിക്കലി മെൻ്റലി എല്ലാം തന്നെയും അവർ ഹരാസ്മെൻറ്റ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൂടാതെ
അതുകൂടാതെ ബജരംഗൾ പ്രവർത്തകരെല്ലാം നിലയും വലിയ ഭീഷണിയായി കോടതി വളപ്പിൽ പോലും എത്തുന്നു. അതുകൂടാതെ പോലീസ് ഇവർക്കെതിരാണ്. ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇവർക്ക് നൽകിയിട്ടില്ല. അങ്ങനെ എല്ലാം ഒരു നിയമസഹായം പോലും ലഭ്യമാകാത്ത രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും നാളെ ഹൈക്കോടതിയെ പരിഗണിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാമ്യം കിട്ടുമോ എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ഇനി എന്നെ കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടപടികൾ വേഗത്തിൽ ഇതിലൊരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ സംസ്ഥാന സർക്കാരിന് മറ്റും നോട്ടീസൊക്കെ അയച്ച് പിന്നീടും അത് അതായത് ഇന്നലെയും ഇന്നുമൊക്കെയുള്ള ഏറ്റവും പുരോഗതികൾ സിബി ജോസഫ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, NIA ദേശവിരുദ്ധതയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്ത രീതിയിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ BNS-ൻ്റെ 143-ാം വകുപ്പ് അനുസരിച്ച് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയയിലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അത് രണ്ടാം UPA സർക്കാരാണ് യഥാർത്ഥത്തിൽ അത് കൊണ്ടുവരികയും അത് NIA-യിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്ത IPC-യുടെ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ BNS ആകുമ്പോൾ ഇങ്ങനൊരു വകുപ്പുള്ളത് കൊണ്ടാണ് കൃത്യമായി അവർക്ക് പുറത്തിറങ്ങാൻ തടസ്സമാകുന്ന പല ഘടകങ്ങളും അവിടെ എത്തുന്നത്. ഇനി ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഹൈക്കോടതിയിലേക്ക് പോയാൽ പോലും ഈ അവസ്ഥയാണ് കേസിൻ്റെ മെറിറ്റിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. അതിൽ ഏറ്റവും വിലങ്ങുതടിയാകാവുന്ന വിഷയമെന്നത് ഈ പെൺകുട്ടികളുടെ മൊഴിമാറ്റമാണ്. ആദ്യം പെൺകുട്ടികൾ അവിടെ എത്തിയവരോട് പറഞ്ഞതും അതിനുശേഷം പോലീസിൻ്റെ നൽകിയ സ്റ്റേറ്റ്മെൻറ്റിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുമൊക്കെ അവർ സ്വമേധയാ, ആരും അവരെ കൊണ്ടുവന്നതല്ല, അവർ സ്വമേധയാ എത്തിയതാണ്, അവർ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ അവർ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ, ഈ ബജ്രംഗ് ദൾ സ്വാധീനത്തിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നൊരു വേളയിലാണ് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റിയ സ്റ്റേറ്റ്മെൻറ്റാണ് ഇനി കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ അത് വലിയ വിഷയങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കന്യാസ്ത്രീമാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകും, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോഴത്തെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് സിബി ജോസഫ്? അജിംഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ 3 പെൺകുട്ടികളുടെ ഒരു മൊഴി എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. കാരണം അവർ ട്രൈബൽ വിഭാഗത്തിലുള്ള പെൺകുട്ടികളാണ്. അവരെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു, അവരെ മനുഷ്യക്കടത്താക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരാനുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ NIA ആക്ട് പ്രകാരം വരുന്നത്. സ്വാഭാവികമായും ആ പെൺകുട്ടികളുടെ മൊഴികൾ ഏറെ പ്രധാനമുണ്ട്. ഈ പെൺകുട്ടികളെ ആദ്യം പിടികൂടിയപ്പോൾ ഇവർ മതപരിവർത്തനം എന്നുള്ള ഒരു വകുപ്പായിരുന്നു ചേർത്തിരുന്നത്. പക്ഷേ ആ സമയത്താണ് പെൺകുട്ടികൾ മൊഴി പറഞ്ഞു തങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് അത് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഇവർ ഹ്യൂമൻ ട്രാഫിക് എന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവർ പോലീസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ, കാരണം ഈ പെൺകുട്ടികൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, പോലീസ് തന്നെയാണ് ഇവരെ നാരായൺപൂരിലേക്ക്, ഇവർ താമസിക്കുന്ന നാരായൺപൂരിൽ ഇവരെ കൊണ്ടുചെന്ന് ആക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടികളെക്കുറിച്ച് പിന്നീട് ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെടാനോ അവർക്ക് ഇവരുമായി ക്രൈസ്തവ സമൂഹത്തിന് സംസാരിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ സെഷൻസ് കോടതി ചെന്നപ്പോഴാണ് ഈ ഒരു വകുപ്പ് NIA ആക്ട് പ്രകാരം വകുപ്പ് പോലും ഉണ്ടെന്ന് ഈ കന്യാസ്ത്രീമാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിഞ്ഞത്. അത്തരത്തിൽ കൃത്യമായ ഒരു ആക്ട് പോലും ഏതൊക്കെയാണെന്ന് കൃത്യമായി പോലീസ് ഇവരുമായി പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഇനി മറ്റേതെങ്കിലും വകുപ്പുണ്ടോ എന്ന കാര്യത്തിലും ഇവർക്ക് ആശങ്കയുണ്ട്. അതാണ് നിയമപരമായ ഉപദേശങ്ങളും ഏറ്റവും പ്രാഗൽഭ്യം നിറഞ്ഞ അഭിഭാഷകരുടെയൊക്കെ ഒരു സഹായം ഇവർ തേടുന്നു. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സ്ഥിതിയുണ്ട്. അവർക്ക് നിയമപരമായ സഹായം പോലും, അത് ജനാധിപത്യപരമായ അവകാശം കൂടിയാണ്, ഒരു മൗലിക അവകാശമാണ്, അതുപോലും അവർക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയിലേക്ക് ഈ ജാമ്യം ചെല്ലുമ്പോൾ, ഈ ജാമ്യാപേക്ഷ ചെല്ലുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇതിനെ ഛത്തീസ്ഗഡ് സർക്കാർ ഇനി പ്രതിരോധിക്കാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മാത്രമല്ല ഈ ജോർജ് കുര്യൻ ന്യൂനപക്ഷ സംരക്ഷണവും ഒക്കെയായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് BJP നേതാവ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒക്കെ ആയിരുന്നു നിലനിന്നിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ മന്ത്രിയാണ്, പരിമിതിയുണ്ട്. ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെയൊക്കെ ഇന്ന് ന്യായീകരിച്ച് മെഴുകി മറിയുന്നതാണ് നാം കണ്ടത് ഈ ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ. അജിംഷാദ്, ജോർജ് കുര്യൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ ഈ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇവർ ജയിലിൽ പോയതെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. അതായത് ഇനിയും ഈ നടപടി ഏത് രീതിക്കാണെന്ന കാര്യത്തിൽ ജോർജ് കുര്യൻ പറഞ്ഞുമില്ല. കാരണം ഈ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ വ്യക്തമാക്കിയത് കൃത്യമായ നടപടിയിലൂടെ അല്ല ഇവർ പോയതെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു BJP ഭരണകൂടം അല്ലെങ്കിൽ ഒരു സർക്കാർ, ഒരു പോലീസ്, അവർ ഒരു പ്രതിക്ക് ഒരു ആൾക്കുമേൽ കുറ്റം ചുമത്തുമ്പോൾ ആ കുറ്റം ചുമത്തി എന്താണ്, ഏതൊക്കെ വകുപ്പാണെന്നുള്ള എതിർ കക്ഷികൾക്ക് നൽകാൻ ഒരു ബാധ്യത
എടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവർ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് എടുത്തിട്ടുള്ളത്, അതെല്ലാം അറിയാനുള്ള അവകാശമുണ്ട്. അതിനുശേഷം മാത്രമേ ഇവർക്ക് കോടതിയിൽ നേരിട്ട് ഒരു വാദപ്രതിവാദത്തിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ ആ ഒരു നിയമപരമായ അവകാശം ഇവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സങ്കീർണമായ കാര്യം. മാത്രമല്ല ഇവിടുത്തെ അഭിഭാഷകൻ ഇപ്പോൾ പുറത്തു വന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഇവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പോലും ഇവരോടൊപ്പമല്ല മാനസികമായി നിന്ന്, അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ പോലും ഇവർക്ക് വേണ്ടി വേണ്ട രീതിയിൽ സംസാരിച്ചില്ല എന്നൊക്കെ ചില കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇതെല്ലാം തന്നെയും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിൽ സെഷൻസ് കോടതിയിൽ കൃത്യമായി കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സംസാരിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആക്ട് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതും പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളതും. എന്തായാലും ഒരു പുതിയ അഭിഭാഷകനെ വെച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ഈ 2 കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ മറ്റൊരു യുവാവുണ്ട്. ഈ 3 പെൺകുട്ടികൾക്കൊപ്പം വന്ന യുവാവ് ഇതേ സെക്ഷനിൽ അവിടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ആ യുവാവിൻ്റെ സഹോദരി ഇന്ന് ആ യുവാവ് ഇപ്പോഴും ജയിലിലാണ്. ആ യുവാവിൻ്റെ സഹോദരി ഇന്ന് ജയിലിൽ വന്ന് കണ്ടിരുന്നു. അവർക്ക് ആ യുവാവിന് അച്ഛനും അമ്മയും ഇല്ല. 22 വയസ്സ് ഉള്ള ഒരു യുവാവാണ്. യുവാവിൻ്റെ സഹോദരി ഇന്ന് വന്ന് കാണുകയും ചെയ്തിരുന്നു. അവരുമായി നമ്മൾ സംസാരിച്ചു. അവർ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറല്ല, കാരണം അവരുടെ ജീവന് ആപത്താണെന്ന് അവർ പറയുകയും ചെയ്തു. അതുകൊണ്ട് പക്ഷേ ആ യുവതി പറഞ്ഞത് താനും ഒരു കന്യാസ്ത്രീ മഠത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. താൻ ആണ് ഈ 3 പെൺകുട്ടികളെ അവരുടെ സഹോദരനൊപ്പം പറഞ്ഞയച്ചത്. എൻ്റെ സഹോദരൻ വെറുതെ കൂടെ പോയത് മാത്രമാണ്. പക്ഷേ അവരെയും ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ടാണ് ആ യുവാവിനെയും ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുന്നത്. 22 വയസ്സുകാരനായ യുവാവാണ്. അവർക്ക് അച്ഛനും അമ്മയും ഇല്ല. ഏക ഒരു ആശ്രയമായിരുന്നു ഈ ഒരു ആങ്ങളെ സഹോദരനായ യുവാവ്. ആ യുവാവിനെയും ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതാണ് സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ എംപിമാരും അവിടെ എത്തി ഈ യുവാവുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ഈ യുവാവിനെ വളരെ വലിയ രീതിയിലാണ് ക്രൂരമായിട്ടാണ് ഈ ബജരംഗ പ്രവർത്തകർ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്ന് ആക്രമിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും വളരെ ക്രൂരമായ ഒരു ആക്രമണവും അതിനുശേഷം നിയമപരമായി പോലും അവർക്ക് അല്പം പോലും മൗലികാവകാശം ലഭിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് വളരെ സങ്കീർണമായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. ഹൈക്കോടതിയിൽ പോയാലും ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം സംശയമുണ്ട്. കാരണം ഏതൊക്കെ രീതിയിലാണ് ഇനി വകുപ്പുകൾ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ കോടതിയിലേക്ക് പോയാൽ ഒരുപക്ഷെ ആ ഒരു നിയമ നടപടിയെല്ലാം തന്നെയും കൂടുതൽ നീളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉടനെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനം ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഹൈക്കോടതിയിലേക്ക് രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അജിംഷാദ്, തീർച്ചയായും പ്രത്യാശയോടുകൂടി തന്നെ കാത്തിരിക്കാം. ശുഭകരമായി ജാമ്യത്തിലേക്ക് നയിക്കപ്പെടും എന്നത് നീതി ബോധ്യമാകുമെന്നതിൽ. പക്ഷേ നിലവിലത്തെ വസ്തുതകളും സാഹചര്യങ്ങളും മറിച്ചാണ് വെളിവാകുന്നത്. അത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരിൻ്റെ നിർണായകമായ ജാമ്യാപേക്ഷയെ തടയുന്ന, ജാമ്യത്തെ തള്ളിക്കളയാനുള്ള നീക്കങ്ങളും അതിനായി കൃത്രിമ തെളിവുകൾ ശേഖരിക്കുന്ന അടക്കമുള്ള വശങ്ങളാണ്. ഇതാണ് നാം ഇവിടെ കാണുന്നത്, ഛത്തീസ്ഗഡിൽ കാണുന്നത്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.